നമ്മളെ എപ്പോഴും ആളുകൾ ബഹുമാനിക്കണം, നല്ലൊരു വാല്യൂ തരണം, നമ്മളെ വിലമതിച്ച് കാണണം, ഇതൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ഒരു വാല്യൂ നമ്മൾക്ക് കണക്കാക്കും, നമ്മളെ വിലമതിക്കും, നമ്മളെ ആളുകൾ ബഹുമാനിക്കും. അതിനുവേണ്ടി നമ്മൾക്ക് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വായിട്ടലച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വാല്യൂ അവിടെ ഇടിയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് എപ്പോഴും പെട്ടെന്നൊരു മറുപടി കൊടുക്കാതിരിക്കുക. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ഏതൊരു കാര്യത്തിനും ഏതൊരു ചോദ്യത്തിനും മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് കാര്യവും ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് അതിനുള്ള തീരുമാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല സമ്പന്നമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. സമ്പന്നത ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഈ പണം നമ്മൾക്ക് നല്ലൊരു വാല്യൂ തരും. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു വില തരാനായിട്ട് ഈ സമ്പന്നത നമ്മളെ സഹായിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആരെയും ഒരുപാടധികം ഉപദേശിക്കാതിരിക്കുക. പണ്ടൊക്കെ ഒരുപാട് ഉപദേശിക്കുന്നതൊക്കെ ആളുകൾ കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും ആർക്കും സമയമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉപദേശിച്ച് നമ്മുടെ വില നമ്മൾ കളയാതിരിക്കുക. ഒരുപാട് അധികം ആരെ ഉപദേശിക്കാനും ഒരുപാട് അങ്ങ് സ്നേഹിക്കാനും നമ്മൾ ശ്രമിക്കാതിരിക്കുക. തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരുപാട് തർക്കിക്കാതിരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് നല്ലൊരു ആൻസർ കണ്ടെത്തുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തർക്കിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുള്ള നല്ലൊരു ഉപായം കണ്ടെത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് നമ്മൾ നിർത്തുക. കാരണം നമ്മൾ മറ്റൊരാളെ പറ്റി ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ അവിടെ ഇടിയുകയാണ് അല്ലേ? അവർ നമ്മളെപ്പറ്റി മനസ്സിലാക്കും, ഇയാളും കുറ്റം പറയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് നമ്മളോടൊരു ബഹുമാനം തോന്നാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നത് ഒഴിവാക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വൃത്തിയായിട്ട് നടക്കുക എന്നുള്ളതാണ്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, കൃത്യമായി കുളിക്കുക, കൃത്യമായി നമ്മുടെ ദിനചര്യകൾ കൃത്യമായി തന്നെ നടപ്പാക്കുക. വൃത്തിയുള്ളവരെ എന്നും എല്ലാവരും ബഹുമാനിക്കും. അവരെ ഒരു വാല്യൂ ഉള്ളവരായി തന്നെ കണക്കാക്കും.